Welcome to MrUnbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഒരു ബജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. ഏകദേശം ഇന്ത്യയുടെ 8000 രൂപയിൽ താഴെ മാത്രം വില വരുന്ന 3GB റാമോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് സാംസങ് ഗാലക്സി A04E. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് റിവ്യൂസും അതുപോലെ തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ലൈറ്റ് ബ്ലൂ ആണ്. ഇതുകൂടാതെ കോപ്പറും പിന്നെ ബ്ലാക്കും. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിറകിലും അതുപോലെ തന്നെ ഫ്രെയിമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. അതിൽ തന്നെ പിറകിൽ തന്നെ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ നമുക്ക് പിറകിൽ കാണാൻ സാധിക്കും. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത് വിത്ത് ഫ്ലാഷ് ലൈറ്റ്. 9.1 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 188 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡും പ്ലസ് മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. താഴ്വശത്താണ് 3.5 ഹെഡ്ഫോൺ ജാക്ക്, ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഒരു സ്പീക്കർ ഗില്ല്. ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനാണ് കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.5 ഇഞ്ചിന്റെ PLS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 270 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. അതുപോലെ തന്നെ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. കാരണം അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര ഒരു തീരെ താഴ്ന്ന ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് പൊതുവേ തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ തന്നെ സാംസങ്ങിന്റെ മറ്റ് ചില സ്മാർട്ട് ഫോണിൽ ഇതിലും കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാംസങ് ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ മറ്റ് ചില സൈറ്റുകളിലൊന്നും ഏതാണ് പ്രൊസസ്സർ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ വൈസ് ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ കാണാൻ സാധിച്ചത് മീഡിയാടെക് ഹീലിയോ P35 എന്ന് പറയുന്ന 4G ചിപ്സെറ്റ് ആണ് വരുന്നത്. 12 nm ആണ് ചിപ്സ് സൈസ്. ഒക്ടാ കോറിൽ 2.3 GHz ആണ് ക്ലോക്ക് സ്പീഡ്. അപ്പോൾ ഇതാണ് ഇതിലുള്ള പ്രൊസസ്സർ എങ്കിൽ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഞാൻ ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ആസ്പെൽറ്റ് 9 എന്ന് പറയുന്ന ഗെയിം ഞാൻ കുറച്ചു നേരം കളിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ എനിക്കിതിൽ ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. കണക്ടിവിറ്റി സൈഡിലേക്ക് വന്നാൽ 4G സ്മാർട്ട് ഫോൺ ആണ്. സിംഗിൾ ബാൻഡ് വൈഫൈ ആണ് വരുന്നത്. ബ്ലൂടൂത്തിന്റെ 5 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമല്ല. അതുകൂടാതെ നമുക്കിതിൽ ഫിംഗർ ലോക്ക് സിസ്റ്റം ഇല്ല. പകരം നമുക്ക് ഫേസ് ലോക്ക് ഓപ്ഷൻ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമായിട്ടുള്ളൂ. 5 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുക. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 3+32GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റ് ആണുള്ളത്. ഇത് കൂടാതെ തന്നെ 3+64, 4GB+32, 4GB+64, 4GB+128 എന്ന് പറയുന്ന മെമ്മറി വേരിയന്റ് ആണ് അവൈലബിൾ ആവുക. ഒരു പക്ഷേ ഭാവിയിൽ 4GB+64GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റ് കൂടി ഒരു പക്ഷേ ഖത്തറിൽ വരാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുപോലെ റാം എക്സ്പാൻഷൻ അല്ലെങ്കിൽ റാം പ്ലസ് എന്നുള്ള രീതിയിൽ നമുക്ക് 2GB വരെ ഇതിൽ അധികരിപ്പിക്കാൻ കൂടി സാധിക്കും. എനിവേ സോഫ്റ്റ്വെയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 1 UI കോർ വേർഷൻ വരുന്നത് 4.1 ആണ്. ഇത്രയും ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും എനിക്ക് കാണാൻ സാധിച്ചത്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു ബാറ്ററിയുടെ കാര്യത്തിലല്ല, മറിച്ച് ഇതിന്റെ കൂടെ വന്ന ചാർജറിന്റെ കാര്യത്തിൽ ഒരു അല്പം നിരാശയുണ്ട്. കാരണം 7.5 വാട്ടിന്റെ ചാർജറാണ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. മറ്റ് സ്മാർട്ട് ഫോൺ കമ്പനികളൊക്കെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് 15 അല്ലെങ്കിൽ 18 വാട്ടിന്റെ ചാർജറെങ്കിലും കൂടെ കൊടുക്കുന്ന കാണുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സാംസങ് അറ്റ്ലീസ്റ്റ് ഒരു 15 വാട്ട്സ് എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്ന് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. കാരണം ഈ ഒരു 5000 mAh ബാറ്ററി ഈ ഒരു ചാർജർ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ എടുത്താണ് ഫുൾ ആവുന്നത്. അപ്പം ബാറ്ററി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഒരു ദിവസവും അല്ലെങ്കിൽ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചാർജർ അഡാപ്റ്റർ അറ്റ്ലീസ്റ്റ് ഒരു 15 വാട്ടെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ. സിംഗിൾ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
ഇതൊരു ബജറ്റ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ടോ അല്ലെങ്കിൽ വലിയ ലൗഡായിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റി ഒന്നല്ല കേൾക്കാൻ സാധിച്ചത്. ഒരു ആവറേജ് ആയിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റിയാണ് ഫീൽ ചെയ്തത്. 2 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിവേ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബജറ്റ് സ്മാർട്ട് ഫോൺ ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാം. എസ്പെഷ്യലി ഡേ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഒരുവിധം ഫോട്ടോസിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 5 മെഗാ പിക്സൽ ക്യാമറയാണ് സെൽഫി ക്യാമറയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും അതുപോലൊക്കെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നേ പറയാൻ സാധിക്കും. അല്ലാണ്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നോ അത്തരത്തിലൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഓവറോൾ പറയുകയാണെങ്കിൽ റിയർ ക്യാമറയും സെൽഫി ക്യാമറയും അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ ഒരു സാംസങ് ഗാലക്സി A04E പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 3GB + 32GB 359 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 7800 രൂപയാണ് പ്രൈസ് വരുന്നത്. എനിവേ ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. എസ്പെഷ്യലി നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്കൊക്കെ മുമ്പ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ബജറ്റ് സ്മാർട്ട് ഫോൺ ആണെങ്കിലും അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 3 + 32GB എന്ന് പറയുന്ന മെമ്മറി വേരിയൻറ്റിലുള്ള സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നൽകുന്ന സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ സാംസങ് ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ബിലോ 8000 നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ തേടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി A04E. ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് സ്മാർട്ട് ഫോണിൻ്റെ കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത്തരത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ഒന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.